കഴിഞ്ഞ തവണ ഞാൻ ഡാലിയ നട്ടത് 2 ചെടികൾ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. അതായത് ഇവിടെ ചെടികളും പിന്നെ കൃഷി സാധനങ്ങളും വിൽക്കുന്നൊരു കടയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അത് കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ വീട്ടിൽ ചെടിച്ചട്ടിയിൽ വെച്ചു, അതൊരു പൂവൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഒരെണ്ണം പറമ്പ് കൊണ്ടുപോയി നട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി. രണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി. സാധാരണ ഡാലിയ പെരീനിയൽ ചെടിയായിട്ടാണ് പറയുന്നത്. അതായത് പെരീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും കുറേ കൊല്ലം. അതിന് കിഴങ്ങുള്ളതുകൊണ്ട് ഉണങ്ങിപ്പോയാലും വീണ്ടും മുളച്ച് വരുന്നതാണ് പറയുക. പക്ഷേ എൻ്റെ ചെടികളൊന്നും മുളച്ച് വന്നില്ല, അത് ഉണങ്ങിയ തന്നെ. ഇത്തവണ വേറെ പരീക്ഷണമാണ്. അതായത് കുറച്ച് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ചു, എന്നിട്ട് ചെടിച്ചട്ടിയിൽ നട്ടു. ഭാഗ്യത്തിന് നല്ലോണം മുളച്ചിട്ടുണ്ട്, കുറേ ചെടികളുണ്ട്. കുറച്ച് ദിവസമായി മുളച്ചിട്ട്. ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യാതിരുന്നത് ഇതിൻ്റെ ഇലകൾ കണ്ട വ്യത്യാസമൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇലകൾ കണ്ടാൽ വ്യത്യാസം മനസ്സിലാവും. ഡാലിയുടെ ചെടിയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാവും. ചെറിയ തണ്ടും ഇലകളും ഡാലിയുടെ തനതായ ഇലകളും ചില ചെടികൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പല വിത്തുകളും ഒന്നിച്ച് പല ചെടിച്ചട്ടികളിൽ നടുമ്പോൾ ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ ആ പാക്കറ്റും കൂടെ അവിടെ വയ്ക്കും, ഒരിത്തിരി മണ്ണ് സൈഡിലിട്ടിട്ട് വയ്ക്കും, പറന്നു പോകാതിരിക്കാൻ. അതെന്താ വെച്ചാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പല ചെടികളും മുളച്ച് വരുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഏതാന്ന്. പ്രത്യേകിച്ച് പുതിയ ചെടികൾ പരീക്ഷിക്കുമ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചാകുമ്പോൾ പലതിൻ്റെയും കുരുനിലകൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല. സ്ഥിരമായിട്ട് നടുന്ന പയർ വെണ്ടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുളച്ച് വരുമ്പോൾ തന്നെ അറിയാം അത് പയറാണ്, വെണ്ടയാണ്. അതുപോലെ ചുവന്ന ചീര കണ്ടാൽ അറിയാം. കുറേ എണ്ണമൊക്കെ അങ്ങനെ അറിയാൻ പറ്റും. പക്ഷേ ഇത് പുതിയത് വിത്ത് പരീക്ഷിക്കുമ്പോൾ അതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ കവറും അതിൻ്റെ സൈഡിൽ വയ്ക്കും. പ്ലാസ്റ്റിക് കവറായതുകൊണ്ട് നനച്ചാൽ കുഴപ്പമുണ്ടാവില്ല. കാറ്റത്ത് പറന്നു പോകാതെ നോക്കിയാൽ മതി, സ്വല്പം മണ്ണോ കല്ലോ വെച്ചിട്ട്.